ഓം സദ്ഗുരുഭ്യോ നമഃ. പ്രിയ കുടുംബാംഗങ്ങളെ, ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമ്മൾ അംബരീഷ ചരിതം അതിന്റെ അവസാന ഭാഗമാണ് അവലോകനം ചെയ്യുന്നത്. പറയുന്നു, ഇത്യേവം അംബർശോഭാഖ്യാനമെത്രയും ഭക്തിയ പഠിക്കലും ചൊൽകിലും കേൾക്കിലും ഭക്തപ്രിയ പ്രസാദത്താൽ അനുക്ഷണം ഭക്തിയും മുക്തിയും സിദ്ധിക്കുമേവനും വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതി വന്നിതൻ കൃഷ്ണനെ ധ്യാനിച്ചുകൊള്ളുവിനെല്ലാവരും. ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യം അംബർഷ ചരിതം പറഞ്ഞ് സമർപ്പിക്കുകയാണ്. പറയാണ്, ഇപ്രകാരം അംബർഷ ചരിതം അത് പഠിക്കുകയും ചൊല്ലുകയും അത് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് ജീവനും മുക്തി സിദ്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതി വന്നിതൻ കൃഷ്ണനെ ധ്യാനിച്ചുകൊള്ളുവിനെല്ലാവരും. നല്ലത് അതുകൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ഇല്ല വരുത്താവതാർക്കും ഒരിക്കലും. നല്ലവണ്ണം വരുത്തണമേ ദൈവമേ, വല്ലായ്മയെല്ലാം ക്ഷമിച്ചരുളണമേ. നമ്മള് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കുറ്റങ്ങള്, വ്രതങ്ങള്, ഉപവാസങ്ങള്, അനുഷ്ഠാനങ്ങള്, അതിലൊക്കെയും നമുക്ക് വരുന്ന ഭാഗപ്പിഴകള് അതെല്ലാം ഭഗവാനെ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തുല്യതരം ആത്മഭിന്ന ഗ്രഹങ്ങളോ ഉള്ളിലൊരുമിച്ചു തോന്നേ നിന്നു തോന്നേണമേ. തന്റെ തന്നെ ആത്മഭാവമാണ് സകലതും എന്നുള്ള ബോധമുണ്ടാകണം. അതാണ് സന്യാസത്തിന്റെ പ്രത്യേകതയും. തന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല, എല്ലാം തന്നിലുള്ളത് തന്നെയാണ്. തന്നിലുള്ളതാണ് ജഗത്തിൽ കാണുന്ന സർവവും എന്ന ബോധം. ജഗത്തിലുള്ളതെല്ലാം തന്നിലുണ്ട്, തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നും ഈ ജഗത്തിലില്ല എന്നൊന്ന് തോന്നണം. അപ്പൊ തന്റെ ഉള്ളിലുള്ളത് എന്താണ്? ആത്മഭാവം അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം. അത് ജീവാത്മ ചൈതന്യമായിട്ട് താനായി നിൽക്കുന്നു. ജീവാത്മ ചൈതന്യവും പരമാത്മ ചൈതന്യവും രണ്ടാണ് എന്ന് തോന്നൽ ഉണ്ടാകാതെ ഇരിക്കണം. അതാണ് ബ്രഹ്മചര്യാശ്രമത്തിൽ കൂടി നമ്മൾ പഠിക്കുന്നത്. സ്ത്രീ പുരുഷൻ എന്ന ഭേദമില്ലാതെ വരിക, ജീവാത്മാവ് പരമാത്മാവ് എന്ന ഭേദം ഇല്ലാതെയായി തീരുക. ഇത് നമ്മൾ ബാല്യം ആദ്യം പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഉയരാൻ സാധിക്കുക. അപ്പൊ തുല്യതരം തന്റെ ആത്മഭാവം എപ്രകാരമാണോ അതാണ് ഈ ജഗത്തിലുള്ളതെല്ലാം. തന്നിൽ നിന്ന് അന്യമായി ഒന്ന് ഇല്ല എന്ന് ഉറപ്പിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അംബരീഷ ചരിതം അവിടെ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ അംബരീഷൻ സർവദാ സമാശ്രയിച്ച ജീവനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദാസനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധീനതയിലായിരുന്നു സാക്ഷാൽ ശ്രീഹരി പോലും. കാരണം അത് അംബരീഷന്റെ ഗുണങ്ങളെ കൊണ്ടാ. ഈ അനേകം സൽഗുണങ്ങളോടുകൂടിയ അംബരീഷ മഹാരാജാവ് എങ്ങനെ ഭഗവാനെ കണ്ടു എന്നാണ് പറയുന്നത്. സ്മൃതിയാദികളിൽ പരമാത്മാവെന്നും ഉപനിഷത്തുകളിൽ ബ്രഹ്മമെന്നും പുരാണങ്ങളിൽ വാസുദേവൻ എന്നും പറയുന്ന ഭഗവാനിൽ തന്റെ സർവകർമ്മങ്ങളും ശ്രദ്ധാഭക്തിയോടുകൂടി സമർപ്പിച്ചവനായിരുന്നു അംബരീഷൻ. താൻ ചെയ്യുന്ന യാതൊന്ന് ചെയ്യുന്നുവോ അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ കഴിഞ്ഞവനായിരുന്നു അംബരീഷൻ. അതുകൊണ്ടാണ് ഭഗവാൻ അദ്ദേഹത്തിന് വിധേയനായി നിന്നത് അല്ലെങ്കിൽ സ്വാധീനമായി നിന്നത്. അപ്പോഴ് പരമഭക്തനാകാൻ ഈ ജ്ഞാനം അറിവാണ്. ആ ജ്ഞാനം കൊണ്ടാണ് സംശുദ്ധമായ ഭക്തി ഉദിക്കുക. അങ്ങനെ ഭക്തി നിമിത്തം പരിശുദ്ധാത്മാവായ അന്ധകരണത്തിൽ വിഷയ വിരക്തി അനുഭവപ്പെടും. അവിടെ വിഷയങ്ങളൊന്നുമില്ല, ഇച്ഛാദികളൊന്നുമില്ല. അവിടെ ആകെയുള്ളത്
ലക്ഷ്യം മാത്രമാണ്. അതെന്താണ്? ഒരു ജീവന്റെ പരമമായ ലക്ഷ്യം ഈശ്വരനിൽ ലയിക്കുക എന്നതാണ്. ഈശ്വരനിൽ ലയിക്കാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ആഗ്രഹമല്ല, അത് ജീവന്റെ ലക്ഷ്യമാണ്. ഈശ്വരനോട് ചേരുക, ഭഗങ്ങൾ ഉള്ള ഭഗവാനോട് കൂടി ചേരുക എന്നുള്ളത് ഒരിക്കലും ആഗ്രഹമല്ല, അത് ജീവന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. ഒരു ജീവൻ ഇവിടെ ജനിച്ച് കരുപിടിച്ച് വളർന്ന് നശിക്കുന്നതിന് മുന്നിലായിട്ട് ആ ജീവൻ ഈശ്വരനോട് ചേരാൻ നിയോഗമുണ്ട്, അല്ലെങ്കിൽ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈശ്വരനോട് തന്നെ ചേരണം. അതിനുള്ളതായിരിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും. തുച്ഛങ്ങളായ സുഖങ്ങളെ ഉപേക്ഷിച്ച് ശാശ്വതമായ ശാന്തിയെ തരുന്ന ആ പരമാത്മ ചൈതന്യത്തെ സമാശ്രയിക്കുന്നതായിരിക്കണം നമ്മുടെ ആധ്യാത്മികം എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ഭക്തി നിമിത്തം പരിശുദ്ധമായ അന്ധകരണത്തിൽ വിഷയവിരക്തി സ്വരൂപമായ ദൃഢവൈരാഗ്യം ഉണ്ടായിരുന്നാൽ ബ്രഹ്മലോകം വരെയുള്ള ഭോഗങ്ങളും ആ ഭോഗങ്ങളെല്ലാം തനിക്ക് ആവശ്യമില്ലാത്തതാണ്. ആ ഭോഗങ്ങളും ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായിരിക്കുന്നതിനാൽ നരകതുല്യങ്ങൾ എന്നുള്ള അറിവ് അംബരീഷ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് താൻ ചക്രവർത്തിയാണെങ്കിലും സർവദാ ഭഗവാങ്കൽ സമാശ്രയിച്ച ചിത്തത്തോടു കൂടിയവനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഒരു വിഷമതയും അനുഭവിക്കേണ്ടി വന്നില്ല. നമുക്ക് ദുഃഖമുണ്ട്, നമ്മൾ സുഖം അനുഭവിക്കുമ്പോൾ സന്തോഷിക്കുന്നവരാണ്. സുഖത്തിന്റെ വിപരീത ശബ്ദം തന്നെ ദുഃഖമാണ്. പക്ഷെ ആനന്ദം അനുഭവിക്കുന്നവന് അതിന്റെയും ഉയർന്ന തലത്തിലുള്ള പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതല്ലാതെ ആനന്ദം അനുഭവിക്കുന്നവന് ഒരിക്കലും ദുഃഖത്തിലേക്ക് വരികയില്ല. ആനന്ദം എന്നുള്ളതിന് ഒരു എതിർ ശബ്ദമില്ല. പിന്നെ ഉള്ളത് പരമാനന്ദമാണ്. അത് അതിലും ഏറ്റവും ഉയർന്ന തലമായതുകൊണ്ട് ആ ആനന്ദമായിരിക്കണം നമ്മൾ അനുഭവിക്കേണ്ടത്. ഇതിനു മുന്നിൽ പറഞ്ഞു, മുന്തിയതരം ലഹരികൾക്ക് പോലും 24 മണിക്കൂറുകളിൽ കൂടുതൽ നമുക്ക് ലഹരിയെ തരാൻ സാധിക്കുകയില്ല. പക്ഷെങ്കിൽ സാക്ഷാൽ ശ്രീഹരിയുടെ സ്മരണ, ശ്രീഹരിയുടെ ശ്രദ്ധ, ശ്രീഹരിയുടെ ഭക്തി അത് സ്വല്പമെങ്കിലും ഒരിക്കൽ അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ചിന്തനം, സാക്ഷാൽ ശ്രീഹരി ഹരിയാമ്യഹം ഹരി, തന്നിലുള്ള പാപചിന്തകളെ ഇല്ലായ്മ ചെയ്യുന്ന ചൈതന്യമാണ് സാക്ഷാൽ ശ്രീഹരി എന്നത്. ആ ശ്രീഹരിയുടെ ഭക്തി എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ഈ അംബരീഷ ചരിതത്തിൽ കൂടി വ്യക്തമാക്കുന്നത്. പിന്നെ ഉപവാസം അല്ലെങ്കിൽ വ്രതത്തിന് അതിൻ്റെതായ ചില ചിട്ടകളുണ്ട്, സ്വരൂപങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. ആ വ്രതം മനുഷ്യന്റെ മനസ്സ്, ശരീരം, പ്രകൃതി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പോഴും നിലനിൽക്കുന്നത്. ഏകാദശി വ്രതത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. മനുഷ്യ മനസ്സ്, മനുഷ്യന്റെ ശരീരം, ജഗത്തിലെ അല്ലെങ്കിൽ പ്രകൃതിയും മനസ്സും ശരീരവും എല്ലാം കൂടെ സ്വസ്ഥമായ ഒരവസ്ഥയിൽ വേണം നമ്മൾ ഉപവാസം ചെയ്യാൻ അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കാൻ എന്നുള്ളതാണ് ഇവിടെ ഏകാദശി കൊണ്ട് പറയുന്നത്. നമുക്ക് ഏകാദശി വ്രതത്തിന്റെ പ്രത്യേകതയെപ്പറ്റി ശരിയായ രീതിയിൽ നമുക്ക് ശരിയായ ഒരു ധാരണ പകർന്നു തരുന്ന ഗ്രന്ഥങ്ങൾ മറ്റൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും അത് ഏതൊക്കെ സമയത്താണ് ഏകാദശി നമ്മൾ അനുഷ്ഠിക്കുന്നത്, ഏത് സാഹചര്യമാണ് അതിന് അനുകൂലമായി നിൽക്കുന്നത്, ഇതാണ് അതിന്റെ മഹാത്മ്യം. അത് നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം.